അനുഗ്രഹീതമായ പരിശുദ്ധമായ രാവാണ് വിശുദ്ധമായ ബറാഅത്ത് രാവ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഒരു രാത്രിയുമാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ്. മോചനം എന്നാണ് ബറാഅത്തിന്റെ അർത്ഥം. എങ്ങനെ എണ്ണമറ്റ ജനങ്ങൾക്ക് ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാവാണ് ബറാഅത്ത് രാവ്. അതായത് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ഒരു മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടോ, അത് മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ ദുനിയാവിൽ അവനിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവന്റെ പാപത്തിനനുസരിച്ച് അവൻ നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നൽകുന്നതാണ്. സ്വർഗം അല്ലാഹു അവന് നൽകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നാം ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയാണ് പറയുന്നത്, അങ്ങനെ സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് സമയമാകുമ്പോൾ സ്വർഗം കിട്ടുമല്ലോ, കുറച്ചുനാൾ നരകത്തിൽ കിടന്നാ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ദീനില്ലാത്ത ഈമാനില്ലാത്ത വർത്താനം പറയുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയുകയാണ്, നരകത്തിന്റെ ചൂടെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. വെറും 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം തിളപ്പിക്കുന്ന ചൂടുവെള്ളം ആ തിളപ്പിച്ച പാത്രത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ? ആ ചൂടുവെള്ളം എങ്ങാണ് നമ്മുടെ ശരീരത്തിലേക്കോ കയ്യിലേക്കോ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ ഇതിനേക്കാൾ 10 മടങ്ങാണ് നരകത്തിലെ തീയുടെ കാഠിന്യമെന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോ, ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് നാളെ ആഖിറത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോ, അതായത് ഈ ദുനിയാവിലെ ഒരു രാവും ഒരു പകലും മാത്രമേ കഴിഞ്ഞത് ഉള്ളല്ലോ എന്ന് ആഖിറത്തിലെ നരകവാസികൾ പറയുമെന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. അതായത് ആ ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ എത്രയോ വർഷങ്ങളാണ് നാം മനസ്സിലാക്കണം. ഈ ദുനിയാവിനെ മനുഷ്യൻ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന് ഉപമിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈയാമ്പാറ്റകളെ പോലെയാണ്. ഈയലുകൾക്ക് ഈ പ്രകാശം കാണുമ്പോ, ലൈറ്റ് കാണുമ്പോ അത് വിചാരിക്കും എനിക്കങ്ങ് ഒരുപാട് ആയുസ്സുണ്ടെന്ന്. പക്ഷെ ഒരല്പസമയം അങ്ങ് പറന്നതിന് ശേഷം അതിന്റെ ചിറക് അങ്ങോട്ടങ്ങ് ഒടിയും. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അതങ്ങ് താഴേക്ക് നിലംപതിക്കുകയാണ്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയുള്ള മുഅ്മിനീങ്ങളെ ദുനിയാവിലെ മനുഷ്യന്റെ ആയുസ്സും ജീവിതം എന്ന് പറയുന്നത് നമുക്കത് ഒരുപാട് അങ്ങ് തോന്നും. പക്ഷെ ഒന്നുമില്ല, ഇത് ശാശ്വതമല്ല, നശ്വരമാണ് ഈ ദുനിയാവ്. ഹൽവത്താണ്, മധുരം തോന്നും. പക്ഷെ അങ്ങ് യഥാർത്ഥ ജീവിതത്തിലെ മധുരം പിന്നീട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവല്ല നമുക്ക് വേണ്ടത്, നാളെ ആഖിറമാണ്. അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുക.